എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളെയാണ് 3-ാം തീയതി, കൃത്യമായി പറഞ്ഞാൽ ജനുവരി 3-ാം തീയതി ബുധനാഴ്ചയാണ് നരേന്ദ്രമോദി തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നു വരുന്നത്. തേക്കിൻകാട് മൈതാനിയിൽ ശിവന്റെ ആ ഒരു ക്ഷേത്രത്തിന്റെ സമീപത്തായിട്ട് മോദിയുടെ വരവിനായിട്ട് കാത്തുകെട്ടി നിൽക്കുന്നത് ലക്ഷങ്ങളായിരിക്കും. കൂടുതലും വനിതകളായിരിക്കും നാളെ നരേന്ദ്രമോദിയുടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വരവിനായിട്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് എന്തൊക്കെ നാളെ സംഭവിക്കും എന്ന ചോദ്യത്തിന് ലോക്സഭ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ആ ഇലക്ഷന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയുടെ മത്സരാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമായിരിക്കും മിക്കവാറും നാളെ. അപ്പോൾ നാളെ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദിവസമാവാൻ സാധ്യതയുണ്ട്. കാരണം BJPയുടെ വാർത്തകൾ കേൾക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ എന്തായിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക്, രാഷ്ട്രീയ നിരീക്ഷകർക്ക് വലിയൊരു വിരുന്ന് തന്നെയായിരിക്കും നരേന്ദ്രമോദിയുടെ വരവ്. മാത്രമല്ല, മോദിയുടെ വരവിനെ എത്രത്തോളം തൃശ്ശൂർ ജില്ലക്കാർ ഏറ്റെടുക്കുമെന്നതിന്റെ അനുസരിച്ച് എത്രത്തോളം ആളുകൾ അവിടെ അദ്ദേഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ BJPയുടെ വിജയത്തിന് സാധ്യതയുണ്ടോ തൃശ്ശൂർ ജില്ലയിൽ എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം തേടിയുള്ള ഒരു ദിവസം കൂടിയാണ് അത്. അപ്പോ നാളെ എന്ന് പറയുന്ന ദിവസം രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ വിരുന്ന് തന്നെയാണ്. എന്തൊക്കെ നാളെ സംഭവിക്കുമെന്ന് അറിയണം. മാത്രമല്ല, ഇപ്പോൾ തന്നെ മോദി വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പല ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിഷയങ്ങൾ അവിടെ സംഭവിച്ചിരുന്നു. അതിനെയൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊമോഷനായിട്ട് മാറിയിരിക്കുകയാണ്. മോദി തൃശ്ശൂർ വരുന്നതിനുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ കൂടുതലായി വന്നുകൊണ്ട് മറ്റു വാർത്തകളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് മോദി എന്ന ഒരൊറ്റ മനുഷ്യനിലേക്ക് വാർത്തകൾ ചുരുങ്ങുന്ന ഒരു രീതി നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ് നാളെ നരേന്ദ്രമോദി വരുന്നതിനെ കുറിച്ച്? അതൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.